പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പൊന്നുനാമം മാറ്റപ്പെടട്ടെ. വീണ്ടും കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു സാവകാശം തന്നിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മൾ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് തുടർമാനമായിട്ട് ചിന്തിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ 22-ാമത്തെ വാക്യമാണ് ചിന്തിക്കാനായിട്ട് ശ്രമിച്ചത്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം അവിടെ നമ്മൾ കണ്ടു. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ആമേൻ. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ, ആമേൻ, സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഇവിടെ കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു അടിമത്വത്തിന്റെ ചിഹ്നമായിട്ടല്ല പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അന്യോന്യമുള്ള കരുതൽ, ആ സ്നേഹം, ആ ഒരു സമർപ്പണം, അതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് ദൈവവചന വ്യവസ്ഥ പ്രകാരമുള്ളതായ ഒരു സമർപ്പണമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുക എന്ന് പറയുമ്പോൾ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആ ഫാമിലി എന്ന് പറയുന്നതായ ആ ദൈവത്തിന്റെ പദ്ധതി അതിന്റെ പൂർണ്ണതയിലേക്ക് വരണമെങ്കിൽ എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്. അത് എവിടെ പാലിക്കപ്പെടുന്നു അവിടെയാണ് ദൈവത്തിന്റെ ഉദ്ദേശം അവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്, അവിടെയാണ് ദൈവനാമം മഹിമപ്പെടുന്നത്. അപ്പോൾ കുടുംബത്തിലെ അനുഗ്രഹത്തിന് ദൈവം തന്നിരിക്കുന്നതായ ആ ഉപദേശങ്ങൾ അതുപോലെ നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബം അവിടെ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അവിടെ പാപം ചെയ്ത് കഴിഞ്ഞ് വീഴ്ച വന്നു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം ആദ്യം ആദാമിനോട് പറയുന്നത് ഇതാണ്: നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം അവിടെ പറയാണ്, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടായിരിക്കും, അവൻ നിന്നെ ഭരിക്കും, അവൻ നിന്നെ ഭരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഭരിക്കുക എന്നുള്ളതും ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ഈ കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നതും ഇത് രണ്ടാണ്. ആമേൻ. അവിടെ ശാപം കടന്നു, ആ പാപത്താൽ ശാപം കടന്നു വന്നപ്പോൾ അവൻ നിന്നെ ഭരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആ സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, ആ കുടുംബജീവിതം കടന്നു വരുമ്പോൾ, അഥവാ ആ പാറ്റേണിലേക്ക് കുടുംബജീവിതം കടന്നു വരുമ്പോൾ ഇവിടെ പിന്നെ ഒരു ശാപമല്ല, മറിച്ച് അന്യോന്യം ക്രിസ്തുവിന്റെ ഭയത്തിൽ കീഴ്പ്പെട്ടിരിക്കുമ്പോഴുള്ളതായ ഒരു സമർപ്പണമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കർത്താവിന് ഉചിതമാം വണ്ണം എല്ലാത്തിനും എവിടെ താഴ്ന്നിരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ അവിടെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ ഒരു അടിമത്വമായിട്ട് ആരും കാണരുത്, ഇതിനൊരു ബോണ്ടേജ് ആയിട്ട് ആരും കരുതേണ്ട ആവശ്യമില്ല. കാരണം ദൈവവചനം അതല്ല അനുശാസിക്കുന്നത്, മറിച്ച് ആമേൻ, സ്നേഹത്തിന്റെയും കരുതലിന്റെയും അന്യോന്യമുള്ളതായ റെസ്പെക്റ്റിനെയുമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ പത്രോസിന്റെ ലേഖനം, എൻ്റെ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഇവിടെ പത്രോസ് പറയുകയാണ്, അവിടെയും ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. അപ്പോൾ പൗലോസ് പറഞ്ഞത് തന്നെയാണ് ഇവിടെ പത്രോസും പറയുന്നത്. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. എന്നിട്ട് പറയാണ്, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. ആമേൻ. അപ്പോൾ ഭാര്യ എവിടെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്നുവോ, ആമേൻ, അവിടെ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ നടപ്പ് കണ്ടറിഞ്ഞ്, കേട്ടറിഞ്ഞല്ല, പറഞ്ഞറിഞ്ഞല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അത് കണ്ടറിഞ്ഞ് വചനം കൂടാതെ തന്നെ ഈ കർത്താവിന്റെ കൃപയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഉത്തമയായ ഭാര്യ എല്ലാത്തിനും ഇതുപോലെ ദൈവവചന വ്യവസ്ഥ പ്രകാരം കീഴ്പ്പെട്ടിരിക്കുമ്പോൾ ആമേൻ, ആ ഭവനത്തിൽ വലിയൊരു രൂപാന്തരം ഉണ്ടാകും. ഭർത്താവ് ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട ആളല്ലായിരിക്കാം, പക്ഷെ ഭാര്യയുടെ നടപ്പ് കണ്ട് ആ ദൈവകൃപയിലേക്ക് ആ ഭർത്താവിന് കണ്ടിട്ട് ഇത് കടന്നു വരുവാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞല്ല ഇവിടെ അറിയേണ്ടത്, ആ നടപ്പ് കണ്ടറിഞ്ഞു വേണം ദൈവകൃപയിലേക്ക്
കടന്നു വരേണ്ടത്. എന്നിട്ട് അവരുടെ അലങ്കാരം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ 3ഉം 4ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, മറിച്ച് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ആമേൻ. അപ്പോൾ ദൈവസന്നിധിയിൽ വിലയേറിയതായ ആന്തരികമായ ഒരു ഒരുക്കമാണ് അവർക്ക് ആവശ്യമായിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ടാണ് എന്റെ 5ഉം 6ഉം വാക്യങ്ങളിൽ അവിടെ ശ്രദ്ധിക്കുക, ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. ആമേൻ. അപ്പോൾ ഇതെല്ലാം ദൈവവചന വ്യവസ്ഥ പ്രകാരമുള്ളതായ ഒരു കീഴടങ്ങലാണ്, കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. എന്നിട്ട് പറയാണ്, അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചു നന്മ ചെയ്തു യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നതിനാൽ നിങ്ങൾ അവരുടെ മക്കൾ ആയിത്തീരുന്നു. ആമേൻ. സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചുവെങ്കിൽ ആമേൻ, അത് പേടിച്ചു വിറച്ച യജമാനൻ എന്ന് വിളിച്ചതല്ല, അഥവാ സാറ വെറും ഒരു അടിമയാണ് എന്ന് കരുതി യജമാനൻ എന്ന് വിളിച്ചതല്ല. ആമേൻ. അത് ഔട്ട് ഓഫ് ലവ് ആൻഡ് റെഫറൻസ്, ആ സ്നേഹത്തിലും ആ ഒരു ബഹുമാനത്തിലും അവൾ തന്റെ ഭർത്താവിനെ യജമാനൻ എന്ന് വിളിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൾ യജമാനത്തെ പോലെ അവിടെ ജീവിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത് അന്യോന്യം ആ ബഹുമാനം കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതാണ് ആ 21ാമത്തെ വാക്യമാണ് അതിന്റെ കോറ്. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുമ്പോൾ ഈ സമർപ്പണം അവിടെ ഉണ്ടാകുന്നു. സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചത് കൊണ്ട് അവളുടെ എന്തെങ്കിലും എന്താ ഒരു ഇൻഫീരിയർ ആയി നമ്മളവിടെ വായിക്കുന്നില്ല. മറിച്ച് ആമേൻ, ആ ബഹുമാനം അവൾക്കും തിരിച്ചു ലഭിക്കുന്ന ഒരു അനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഭാര്യമാർ എത്രമാത്രം ഭർത്താക്കന്മാർക്ക് ഇതുപോലെ കീഴ്പ്പെട്ടിരിക്കുന്നു, ആ കുടുംബമാണ് അവിടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മള് ഫാമിലി സ്റ്റഡിയൊക്കെ ശ്രദ്ധിച്ച സമയത്ത് സദൃശവാക്യങ്ങൾ 31-ാം അധ്യായത്തിൽ നിന്ന് ചില ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. ആമേൻ. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും, അല്ലെ? എന്റെ 31-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും വിലയേറിയത്. ആമേൻ. അപ്പോൾ സാമർഥ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന സ്മാർട്ട്നെസ്സിനെ അല്ല, മറിച്ച് എക്സലന്റ് വൈഫ്. അങ്ങനെ ഒരു എക്സലന്റ് ക്യാരക്ടർ ഉള്ളവളാണ് ഇങ്ങനെ സമർപ്പണത്തോടുകൂടി ആയിരിക്കുന്നത്. ഈ കാലത്ത് നമ്മൾ അതാണ് ഈ മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷന്റെ കുഴപ്പം. സാമർഥ്യം എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ഓവർ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരെയാണ് സാമർഥ്യമുള്ളവരെന്ന് പറയുന്നത്. അങ്ങനല്ല വേദപുസ്തക പ്രകാരം. എക്സലന്റ് വൈഫ്, അല്ലെ? അങ്ങനെ എക്സലന്റ് വൈഫിന്റെ ക്വാളിറ്റിയാണ് ഈ കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത്. അവളുടെ വിലയാണ് മുത്തുകളിലും വലുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം ഹൃദയത്തിൽ നിറയുമ്പോൾ ഈ ഒരു സബ്മിഷൻ ആരും പറയേണ്ട കാര്യമില്ല. അവിടെ അന്യോന്യം ദൈവഭയത്തിൽ കീഴ്പ്പെടുകയും ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുകയും ചെയ്യും. ഭർത്താവ് ഭാര്യയെ, ആമേൻ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഉള്ളതായ സ്നേഹവും അവിടെ കടന്നു വരും. ആമേൻ. ഇനി എന്റെ 23-ാമത്തെ വാക്യം. അപ്പോൾ ഇങ്ങനെ കീഴ്പ്പെടണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ളതായ മാനദണ്ഡം അഥവാ എന്തിന്റെ ബേസിസിലാണ് ഈ കീഴ്പ്പെടണമെന്നുള്ളതാണ് 23, 24 വാക്യങ്ങളിൽ പൗലോസോടെ പറയുന്നത്. അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അപ്പോൾ ഈ കീഴ്പ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സഭയുടെ സ്ട്രക്ചർ നമ്മളൊന്ന് മനസ്സിലാക്കുക. ആ ബേസിസിലാണ് ഇവിടെ കീഴ്പ്പെടുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. സഭ എപ്രകാരം തന്റെ മണവാളനായ കർത്താവിന് കീഴടങ്ങുന്നുവോ അതുപോലെ അവിടെ ഭാര്യ ഭർത്താവിന് ഇവിടെ കീഴടങ്ങിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ മോഡൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. എഫെസ്യ ലേഖനം തന്നെ നമ്മൾ ആദ്യം കണ്ടു. അതിന് 1-ാം അധ്യായത്തിന്റെ 21, 22 വാക്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിന് മാത്രമുള്ള വരുവാനുള്ളതിനും വിളിക്കപ്പെട്ട
സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെയാക്കി. അപ്പോൾ ക്രിസ്തു സകലത്തിലും ഈസ് ഓവർ എവറിഥിങ്, ഓർ എവറിഥിങ് ഈസ് അണ്ടർ സബ്ജക്ഷൻ. ക്രിസ്തു സകലത്തിലും അധിപതിയുമാണ്. കാരണം അവനാണ് സഭയുടെ ശിരസ്. അപ്പോൾ ആ ഒരു മാനദണ്ഡത്തിലാണ് പൗലോസ് ഇവിടെ ഇത് പറയുന്നത്. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ അവിടെ പൗലോസ് പിന്നെ പറയാണ്, സഭയുടെ ശിരസ് ക്രിസ്തു. അപ്പോൾ സഭയുടെ ശിരസ് ക്രിസ്തു എന്ന് പറയുമ്പോൾ അവൻ സകലത്തിലും അധിപതിയാണ്. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. ഇതുപോലെ ഒരു കുടുംബത്തിന്റെ നാഥൻ എന്ന് പറയുന്ന ആ ഹെഡ്ഷിപ്പ് അവിടെ ഉണ്ട്. അത് അതൊരു റെസ്പോൺസിബിലിറ്റിയുമാണ്. അപ്പോൾ തന്നെ അതിന്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കേണ്ടതുമാണ്. വീണ്ടും കൊരിന്ത്യർ ലേഖനത്തിലും പൗലോസ് ഇത് തന്നെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11:3 അവിടെ പറയുന്നു, ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. അപ്പോൾ ഇതാണ് ദൈവം കൊടുത്തിരിക്കുന്ന ഓർഡർ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു ഓർഡർ ഉണ്ട്, അല്ലെ? ഏതൊരു ഓർഗനൈസേഷനും ഒരു ഓർഡർ ഉണ്ട്. സഭയ്ക്ക് ഒരു ഓർഡർ ഉണ്ട്. അതുപോലെ കുടുംബത്തിന് ഒരു ഓർഡർ ഉണ്ട്. അത് ദൈവം വെച്ചിരിക്കുന്നതാണ്. അത് എവിടെ അങ്ങനെ തന്നെ ഏറ്റെടുക്കുവാൻ സാധിക്കുമോ അവിടെയാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. പക്ഷെ ഇത് തന്നെ പറയുമ്പോൾ പൗലോസ് ഒരു കാര്യം കൂടെ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ തന്നെ അതിന്റെ 11:3 പറഞ്ഞു, ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ എന്ന് പറഞ്ഞിട്ട് 11:11 പറയാന്ന്, കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീ കൂടാതെ പുരുഷനുമില്ല. കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. അപ്പോൾ ഇതെല്ലാം ആ ദൈവത്തിന്റെ ഓർഡർ അപ്രകാരമാണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊന്ന് ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ കണ്ടത്, ഈ സഭ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ. അപ്പോൾ ക്രിസ്തു സഭയുടെ രക്ഷിതാവാണ്. പക്ഷെ ഇവിടെ ഭർത്താവിന് ഒരിക്കലും ഭാര്യയെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ആത്മീയമായിട്ട് രക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. രക്ഷിക്കാൻ കഴിയുന്നവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. പക്ഷേ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അവളെ പോറ്റി പുലർത്തുവാനായിട്ട് ഭർത്താവിന് കഴിയണം. അത് നമ്മൾ 29-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ദേഹരക്ഷയ്ക്ക് ആവശ്യമായത്, അവിടെ ഉപജീവനത്തിന് ആവശ്യമായത്, അവിടെ മാനസികമായ നറിഷ്മെന്റിന് ആവശ്യമായത്, ഇതൊക്കെയും ഭർത്താവിന് കൊടുക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ സഭയുടെ രക്ഷിതാവാണ് കർത്താവ്. ഭർത്താവിന് ഒരിക്കലും ഭാര്യയെ ആത്മീയമായിട്ട് രക്ഷിക്കാൻ കഴിയത്തില്ല. പക്ഷേ അവളെ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കണം. അവളെ നറിഷ് ചെയ്യുവാനായി, ചെറിഷ് ചെയ്യുവാനായിട്ട് സാധിക്കണം. അപ്പോൾ സഭയുടെ ശിരസ് ക്രിസ്തു എന്ന് പറയുന്ന പോലെ അതേ ഓർഡറിലായിരിക്കണം കുടുംബജീവിതത്തിലെയും ബന്ധം. ഭാര്യയുടെ തല ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, അല്ലേ? പക്ഷെ അപ്പോൾ ഭാര്യ ആരാണ്? ശരീരം എന്ന് പറയുന്നതിൽ നല്ലത് പെടലി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല, അല്ലേ? നാളെ ആരാണ്ട് പറഞ്ഞതിനാണ്, അല്ലേ? പെടലി എങ്ങോട്ട് തിരിക്കും, അങ്ങനെ തല ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ആമേൻ. തലയാണെന്ന് പറഞ്ഞാൽ പോരാ. ആമേൻ. അത് ദൈവഭയത്തിലുള്ളതായ ഒന്നായിരിക്കണം. അപ്പോൾ പെടലിയുടെ കൺട്രോളിലുള്ളതായ ഒരു ഭാര്യയുടെ കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവവചന വ്യവസ്ഥ പ്രകാരം ആമേൻ ഉള്ളതായ ആ ശിരസിന്റെ ഒരു അനുഭവമാണ്. ചിലർ അതല്ലേ പറയുന്നത്, ഞാൻ വരയ്ക്കുന്നിടത്ത് എന്റെ ഭാര്യ നിൽക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ ആദ്യമേ ഭാര്യ പറയും എവിടെ വരയ്ക്കേണ്ടതെന്ന്, അല്ലേ? അവിടാണ് വരച്ചിട്ട് നിൽക്കുന്നത്. ഇതൊക്കെയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ദൈവവചനത്തിന് എല്ലാം ഒരു വ്യവസ്ഥയുണ്ട്, നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ. ഇതിന്റെയൊക്കെ കോറെന്ന് പറയുന്നത്, കുടുംബജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, യു ഷുഡ് നോ ക്രൈസ്റ്റ്. ക്രിസ്തു ആരാണെന്ന് അറിയണം. ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന് അറിയണം. സഭ എന്താണെന്ന് അറിയണം. സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അറിയണം.
സഭയുടെ പൂർണ്ണത എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം. സഭയുടെ പ്രത്യാശ എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ആമേൻ. സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആ പൂർണ്ണമായ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയപ്പോൾ മാത്രമേ കുടുംബജീവിതത്തിൽ അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ആമേൻ. അപ്പോൾ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്നതായ ആ സഭ ഒരു പാതാള ഗോപുരങ്ങൾക്കും ജയിക്കുവാനായിട്ട് സാധ്യമല്ല. ഇതുപോലെ കുടുംബജീവിതം ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കുമ്പോൾ ഒരു സാത്താന്യ ശക്തിക്കും അതിനെ തൊടുവാനായിട്ട് സാധിക്കത്തില്ല. അവിടെ ഒരു ഓർഡർ ഉണ്ട്. ആമേൻ. ഭർത്താവ് ശിരസാണ്, ഭാര്യ ഈ ശിരസായ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നവളുമാണ്. അപ്പോൾ ഇതൊരു പേടിച്ച് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു അനുഭവമല്ല, മറിച്ച് ആമേൻ ദൈവസഭയും ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ എപ്രകാരമാണോ അപ്രകാരമാണ് ഇവിടെ കീഴ്പ്പെട്ട് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അനുഗ്രഹമായ ഒരു കുടുംബജീവിതം ഉണ്ടാകുമ്പോൾ അവിടെയാണ് 128-ാം സങ്കീർത്തനത്തിന്റെ ആ മനോഹരമായ അവസ്ഥയിലേക്ക് കടന്നു വരുന്നത്. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. മുന്തിരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ആനന്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെ? നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ ആ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കൾ നിന്റെ മേച്ചയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ. ഒലിവെന്ന് പറഞ്ഞാൽ സമാധാനമാണ്, അല്ലെ? ഒലിവുതൈകൾ പോലെയും ഇരിക്കും. ഇങ്ങനെ യോവക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. അപ്പോൾ ആ 128-ാം സങ്കീർത്തനത്തിന്റെ പൂർണ്ണത ഒരു കുടുംബത്തിൽ ഉണ്ടാകണമെങ്കിൽ അതിന് ചില ഓർഡർ ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ. അപ്പോൾ 23-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായ സഭയ്ക്ക് തലയായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഇനി 24-ാം വാക്യം പറയുന്നു, എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ആമേൻ. അപ്പോൾ സഭയുടെ ശിരസ് ക്രിസ്തു ആണെങ്കിൽ സഭ എല്ലാ രീതിയിലും ഈ ശിരസ്സാകുന്ന തന്റെ മണവാളിന് സബ്മിസീവായിട്ടാണ് ആയിരിക്കുന്നത്. ഇതേ രീതിയിലൂടെ പറയുകയാണ്, സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. അപ്പോൾ ഈ കീഴടങ്ങിയിരിക്കാന്ന് പിന്നെ ഇവിടെ പറയുന്നത് ഒരു അടിമത്തത്തിൽ കൊണ്ട് വെക്കണമെന്നല്ല. ഔട്ട് ഓഫ് ലവ്, റെസ്പെക്ട്, കെയർ, ഹ്യൂമിലിറ്റി ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ ഉള്ളതായ ഒരു സബ്മിഷനാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അബ്രഹാമും സാറയുമായിട്ടുള്ള ബന്ധം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എപ്രകാരം ആ റെസ്പെക്ട് കൊടുത്തു, അതുകൊണ്ട് അവൾ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ ഭാര്യമാരും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ ദൈവം പറഞ്ഞിരിക്കുന്നതായ ഈ ഓർഡറിന് കീഴ്പ്പെട്ടിരിക്കുവാനായിട്ട് സാധിക്കണം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മൾ ബൈബിൾ സ്റ്റഡി പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിസ്ത്യൻ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനാണ്, അല്ലേ? അല്ലാതെ ഒരു തേർഡ് ക്ലാസ് ക്രിസ്ത്യൻ ലൈഫ് കൊണ്ടുപോകാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ഫസ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഒരു വെള്ളക്കാരൻ ആഫ്രിക്കയിൽ പോയ കഥ ഞാനെന്ന് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ഒരു വെള്ളക്കാരൻ ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കാളവണ്ടിയിലാണ് യാത്ര. കാളവണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി സാഹിബ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ഉണ്ട്, തേർഡ് ക്ലാസ് ടിക്കറ്റും ഉണ്ട്. അന്നേരം സാഹിബ് വിചാരിച്ച് എന്തായാലും ബ്രിട്ടീഷുകാരനല്ലോ, അത് രണ്ട് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് തന്നെ എടുത്തു. പക്ഷെ പുള്ളി കാളവണ്ടി കയറിയിരുന്നപ്പം ഫസ്റ്റ് ക്ലാസ്സുകാരനും സെക്കൻഡ് ക്ലാസ്സുകാരനും തേർഡ് ക്ലാസ്സുകാരനും എല്ലാം ഒരുപോലെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. പുള്ളി പിന്നെ വിചാരിച്ച് എന്തിനാണ് ഇത്രയും കാശ് കൊടുത്തിരുന്നതെന്ന്. അങ്ങനെ കാളവണ്ടി കുറച്ചേ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് കയറ്റം വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തവരും തേർഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തവരും ഇറങ്ങാൻ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ് എടുത്തവർ മാത്രം അതിനകത്ത് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തേർഡ് ക്ലാസ് എടുത്തവരെല്ലാം ഈ കാളവണ്ടി തള്ളണം, സെക്കൻഡ് ക്ലാസ് എടുത്തവര് കൂടെ നടക്കണം, ഫസ്റ്റ് ക്ലാസ് എടുത്തവര് കാളവണ്ടിക്ക് അകത്തിരിക്കണം. അപ്പോൾ ഈ തേർഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് ഉന്തിക്കൊണ്ട് പോകേണ്ടതായ ഒരു ക്രിസ്ത്യ ജീവിതമല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ക്രിസ്ത്യ ജീവിതം നയിക്കാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
ആമേൻ. അതിനുവേണ്ടിയുള്ള തന്നെ ഓർഡറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഫ്ലൈറ്റിൽ കയറുമ്പം എയർ പോക്കറ്റ് വീഴുമ്പം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമല്ലോ, അങ്ങനെ ഈ ടെൻഷൻ എടുത്തിരിക്കുന്ന ഒരു അനുഭവമല്ല. റിലാക്സ് ചെയ്ത് സന്തോഷത്തോടു കൂടി ആമേൻ ആ ഹാർമണിയിൽ മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ കുടുംബജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അത്രമാത്രം ഇന്റിമേറ്റ് ആണ്. ഒരു ടെൻഡർ റിലേഷൻഷിപ്പാണ് അവിടെ ഉള്ളത്. അവിടെ അവർ ആ ഫ്രീഡം എൻജോയ് ചെയ്യുകയാണ്. കാരണം ഇതെല്ലാം ഔട്ട് ഓഫ് മ്യൂച്വൽ ലവ്, റെസ്പെക്ട് ആൻഡ് കെയർ. ഈ 3 കാര്യങ്ങൾ അവിടെ ഉണ്ട്. മ്യൂച്വൽ ലവ്, റെസ്പെക്ട് ആൻഡ് കെയർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കീഴ്പ്പെട്ടിരിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഇവിടെ പറയുകയാണ്, യൗവനക്കാരികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്ന് പ്രബോധിപ്പിക്കുക. ഔവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. അവർ ഭർത്തൃപ്രിയരായിരിക്കണം, പുത്രപ്രിയരായിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം, പാതിവൃത്യമുള്ളവരായിരിക്കണം, വീട്ടുകാര്യം നല്ലവണ്ണം നോക്കുന്നവരായിരിക്കണം, ദയുള്ളവരായിരിക്കണം, ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരായിരിക്കണം. ആമേൻ. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ ഉപദേശം. തുടർന്ന് അവിടെ ഡീക്കൻസ് അഥവാ മൂപ്പന്മാർ എപ്രകാരമായിരിക്കണം, മൂപ്പന്മാരുടെ ഭാര്യമാരെ ഇതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ റോൾ മോഡൽ അവിടെ കാത്തുസൂക്ഷിക്കുവാനായിട്ട് സാധിക്കണം ഓരോയിടത്തും. സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് കിരീടമാണ്. സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് കിരീടമാണ്. അവിടെ സാമർത്ഥ്യം എന്ന് പറയുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്മാർട്ട്നെസ് അല്ല, എക്സലന്റ് വൈഫ് എന്നാണ്. ആ എക്സലന്റ് വൈഫ് ഭർത്താവിന് ഒരു കിരീടമായിരിക്കും. അപ്പോൾ ഈ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും അത് അതുപോലെ അങ്ങോട്ട് മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ 23-ഉം 24-ഉം വാക്യങ്ങളിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് അഥവാ ഇതിന്റെ ഓർഡർ എന്താണെന്ന് പറഞ്ഞ് സഭയും ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തെ പൗലോസ് അവിടെ ഉയർത്തി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സബ്മിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ഒബീഡിയൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ ജീസസ്. അപ്പോൾ ക്രിസ്തുവിനോടുള്ളതായ അനുസരണവും ക്രിസ്തുവിനോടുള്ളതായ ബഹുമാനവും ആ ആരാധനയും എല്ലാമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ സഭയുടെ ശിരസ് ക്രിസ്തു എന്ന് പറയുന്നപ്പോൾ ആ ഹെഡ്ഷിപ്പിനെ സഭ അംഗീകരിക്കുകയാണ്. ഇതുപോലെ കുടുംബത്തിൽ ഭർത്താവിന്റെ ഹെഡ്ഷിപ്പിനെ ഭാര്യ അങ്ങനെ തന്നെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. കൊരിന്ത്യർ ലേഖനത്തിലും അതുപോലെ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, പുരുഷനാണ് സ്ത്രീയുടെ മുൻപേ സൃഷ്ടിക്കപ്പെട്ടത്. മാൻ വാസ് ഫസ്റ്റ് ക്രിയേറ്റഡ് ആൻഡ് ഹി വാസ് മേഡ് ഔട്ട്, ഷി വാസ് മേഡ് ഔട്ട് ഓഫ് മാൻ. ഇതൊക്കെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പോൾ അത് ദൈവത്തിനെല്ലാം ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിന്റെ ആ ക്രിയേഷന്റെ ഓർഡർ എപ്രകാരമായിരുന്നോ അതിന് നമ്മൾ സബ്മിസീവ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് ഒരിക്കലും ഒരു അടിമത്തമാണെന്ന് ആരും കരുതരുത്. ആരെങ്കിലും ചെറുതായി പോകുന്നു എന്നൊരു കരുതൽ അവിടെ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് 21-ാം വാക്യത്തിന്റെ അടിസ്ഥാനമാണ് ഇവിടെ. അന്യോന്യം കീഴ്പ്പെട്ട് ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സാധാരണ ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിനൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഭർത്താക്കന്മാരുടെ പേര് ഭാര്യമാർക്ക് അവരുടെ സർനെയിമായിട്ട് വരുന്ന ഒരു കീഴ്വഴക്കമാണുള്ളത്, അല്ലേ? ഈ കാലത്ത് ഭാര്യമാർക്കൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാലമായിട്ടാണ് ഞാൻ പലയിടങ്ങളിലും കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഭർത്താവിന്റെ പേര് എന്തുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഇടാനുള്ള അവകാശം കിട്ടുന്നത്? അതൊരു അടിമത്തത്തിനല്ല,
നമുക്കിപ്പോൾ ഒരു അതോറിറ്റി ലഭിച്ചു, മറ്റൊരാളുടെ പേര് എനിക്ക് എടുക്കുവാനുള്ള യോഗ്യത ലഭിച്ചിരിക്കുന്നു, അതിനുള്ളതായ അവകാശം, അധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ മാരേജ് ടൈമിൽ ഓത്ത് പറയുന്നുണ്ടല്ലോ, എന്റെ ഈ ഇഹലോകത്തിലെ മുഴുവൻ ഞാൻ നിനക്ക് അവകാശമായി തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഈ പേര് കൊടുത്തിരിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? ഈ ഇഹലോകത്തിലെ സകലതും അവക്ക് അവകാശമാക്കി കൊടുക്കുന്നു എന്നുള്ളതിന്റെ റീഅഫർമേഷൻ ആണ് അവിടെ നടക്കുന്നത്. അല്ലാതെ ഭർത്താവിന്റെ പേര് ഭാര്യ ഇട്ടതോ ഭാര്യയ്ക്ക് സർനെയിമായിട്ട് വരുമ്പോൾ അതെന്തെങ്കിലും രീതിയിൽ ഇൻഫീരിയർ ആയിട്ടല്ല അവിടെ എടുക്കേണ്ടത്. ആമേൻ. അപ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ ഓർഡറും പ്രകാരമുള്ളതാണ്. അപ്പോൾ സഭയുടെ മോഡൽ എന്താണോ അതാണ് കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഓർഡർ. ക്രിസ്തു സഭയും അങ്ങനെ അപ്പോഴോ അതുപോലെ തന്നെയാണ് ഭർത്താവ് ഭാര്യയുമായിട്ടുള്ളതായ ആ ഓർഡർ. അപ്പോൾ ഭാര്യ ഇൻഫീരിയർ അല്ല, ഭർത്താവ് സുപ്പീരിയറും അല്ല, ഭർത്താവ് ഇൻഫീരിയറും അല്ല, ഭാര്യ സുപ്പീരിയറുമല്ല. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്. ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി സകലത്തെയും അടക്കി വാഴുക, യു റൂൾ ഓവർ എവറിത്തിങ്. ഇത് പറഞ്ഞിരിക്കുന്ന ആദാമിനോട് മാത്രമല്ല. ആമേൻ. അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് യു റൂൾ ഓവർ എവറിത്തിങ്. അപ്പോൾ ഇത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ കൊടുത്തിരിക്കുന്ന അധികാരമാണ്. പക്ഷെ ആ അധികാരമുള്ളപ്പോൾ തന്നെ കുടുംബജീവിതത്തിൽ ഒരു ഓർഡർ ഉണ്ട്, അതെല്ലാവർക്കും പാലിക്കുവാനായിട്ട് സാധിക്കണം. ഈ അധികാരം കൊടുത്തിരിക്കുന്നത് ആ വീഴ്ചയ്ക്ക് മുന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തു സഭയുമായിട്ടുള്ള ആ ബന്ധത്തിൽ ആ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ ആ വീഴ്ചയ്ക്ക് മുന്നുള്ളതായ അനുഭവമാണ് വരുന്നത്. ഇത് തന്നെയാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ നമ്മൾ ശാപത്തിന് കീഴിൽ ജീവിക്കുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സോ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് സബ്മിറ്റ് ലവ് റിലേഷൻഷിപ്പ്, കീഴ്പ്പെട്ടിരിക്കുക, സ്നേഹിക്കുക, ഇതാണ്. ഓക്കെ, അതാണ് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാർമോണി ഉള്ളതായ, അഥവാ ഏറ്റവും മനോഹരമായിട്ടുള്ള മാധുര്യമേറിയതായിട്ടുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അപ്പോൾ 3 വാക്യങ്ങൾ ഭാര്യമാരോടുള്ള ബന്ധത്തിൽ അവിടെ എപ്രകാരം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞു. ഭർത്താക്കന്മാർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് അല്ലെ, എന്റെ ഭാര്യ എനിക്ക് കീഴ്പ്പെട്ടിരിക്കും എന്നുള്ളത്. പക്ഷെ ഇനി ഈ 25 മുതൽ 6 വാക്യങ്ങള് ഭർത്താക്കന്മാരോടുള്ളതായ ദൂതാണ്. അവർ എപ്രകാരം ഭാര്യമാരോടായിരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭാര്യമാർക്ക് 3 വാക്യമേ ഉള്ളെങ്കിൽ ഭർത്താക്കന്മാർക്ക് 6 വാക്യമാണ്. അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അത്രയും കൂടുതലാണെന്ന് ഓർത്തോണം. ഓക്കെ, അപ്പോൾ 25-ാമത്തെ വാക്യം അവിടെ പറയാണ് ഭർത്താക്കന്മാരെ, അഥവാ 22-ാമത്തെ വാക്യത്തിൽ ഭാര്യമാരെ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ പറയാണ് ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം കുടുംബജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു ആരെന്നറിയണം, സഭ ആരെന്നറിയണം, ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെന്നറിയണം, സഭ ക്രിസ്തുവിന് എങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അറിയണം. ആ ഓർഡർ അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പൗലോസ് പറയുന്നില്ല, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും. അപ്പോൾ ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം അറിയാത്തവന് എങ്ങനെ ഇത് പറഞ്ഞാൽ മനസ്സിലാക്കും? അപ്പോൾ ആദ്യം വേണ്ടുന്നത് ക്രിസ്തു സഭയുമായിട്ടുള്ള ബന്ധം. ക്രിസ്തു ആരാണ്, ക്രിസ്തുവിന്റെ സഭ ആരാണ്, എന്താണ്, അതേക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്താണ്, അതിന്റെ ഓർഡർ എന്താണ്, ഇത് നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തുവിന്റെ സഭയെയും ക്രിസ്തുവിന്റെ സ്നേഹവും അറിഞ്ഞെങ്കിൽ മാത്രമേ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭാര്യമാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എഫേസ്യ ലേഖനം തന്നെ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആ സമയം കാണുകയുണ്ടായി, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന്റെ സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുകയും. അപ്പോൾ ക്രിസ്തു നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി തീർന്നു.
ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷിലെ മലയാളത്തിലെ അലൈൻമെന്റ് ഇച്ചിരി വ്യത്യാസമാണ്. കാരണം ഹി ഗേവ് ഹിംസെൽഫ് അപ്പ് ഫോർ ഹർ. അത് ഇവിടെ മലയാളത്തിൽ നമ്മൾ കാണുന്നത് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളത് 27ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്താണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇംഗ്ലീഷിലാകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. Husbands, love your wife just as Christ also loved the church and gave himself up for her. തനിക്ക് വേണ്ടി തന്നെ തന്നെ സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതായ ക്രിസ്തുവിന്റെ സ്നേഹം, ഇതൊന്ന് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്തത്, സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു, തന്നെത്താൻ യാഗമാക്കി, തന്നെ തന്നെ പൂർണ്ണമായിട്ടും അർപ്പിക്കുകയാണ് ചെയ്തത്. He sacrificed himself or he gave himself for the church. പൂർണ്ണമായിട്ടും അങ്ങ് കർത്താവിന് ഏൽപ്പിച്ചു, അഥവാ ക്രിസ്തു സഭയ്ക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ സ്നേഹിച്ചു എന്നുള്ളതിന്, അഥവാ ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ആ സ്നേഹിച്ചതുപോലെ എന്നുള്ളതിനുള്ള പദം സാധാരണ ഭാര്യ ഭർതൃ ബന്ധത്തിൽ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം നമുക്കറിയാം, ഈറോസ് എന്നുള്ള പദമാണ്. സാധാരണ ഭാര്യ ഭർത്താവുമായിട്ടുള്ള സ്നേഹത്തിന് കൊടുക്കുന്ന പദം. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈറോസ് എന്നുള്ളതായ സ്നേഹമല്ല, ആ വൈകാരികമായ സ്നേഹമല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. മറിച്ച് അഗാപ്പെ എന്ന് പറഞ്ഞ ദൈവിക സ്നേഹത്തിന്റെ പദമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം വെറും വൈകാരികമായിട്ടുള്ളൊരു സ്നേഹം മാത്രമായിരിക്കരുത്, ഒരു ദൈവികമായ സ്നേഹമായിരിക്കണം. ക്രിസ്തു എപ്രകാരം സഭയെ സ്നേഹിച്ചു അതുപോലുള്ളതായ ഒരു സ്നേഹമായിരിക്കണം ഭർത്താവിന് ഭാര്യയോടുള്ളത്. ഈ സ്നേഹം എന്ന് പറയുന്നത് ദിസ് സാക്രിഫിഷ്യൽ ലവ്, അഥവാ തന്നെത്താൻ യാഗമാക്കുന്ന. ക്രിസ്തു എപ്രകാരം തന്നെ തന്നെ സഭയ്ക്ക് വേണ്ടി അർപ്പിച്ചുവോ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തുവോ, ഇതുപോലെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അവൾക്ക് വേണ്ടി ഒരു ത്യാഗപൂർണമായ ഒരു സ്നേഹം വേണം അവിടെ ഉണ്ടാകുവാൻ. There is no love without sacrifice, അല്ലെ? ത്യാഗമില്ലാതെ ഒരിക്കലും ഒരു സ്നേഹം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത് വെറും ഒരു ലിപ് സർവീസ് ആയിട്ട് മാത്രമല്ല, ഒരു എമോഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം മാത്രമല്ല അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ക്രിസ്തു എപ്രകാരം സഭയെ സ്നേഹിച്ചോ അതുപോലുള്ളതായ ആത്മാർത്ഥമായ ഹൃദയംഗമായ, അഥവാ തന്നെ തന്നെ ഒഴിക്കുന്ന യാഗമാക്കുന്നതായ ഒരു സ്നേഹം വേണം ഭർത്താവിന്റെ ഭാര്യയോട് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത അവിടെ ഒരു ത്യാഗാർപ്പണത്തിന്റെ സ്നേഹമാണ്. രണ്ടാമത്, ഈ സ്നേഹം യാതൊരു ഉപാധികളും ഇല്ലാത്ത സ്നേഹമാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നീ എനിക്ക് ഇന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം, ഇങ്ങനല്ല കർത്താവ് പറഞ്ഞത്. ആണോ? നീ എനിക്കിന്ന് നല്ല ആഹാരം ഉണ്ടാക്കി തന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം, അങ്ങനെയാണോ ഭർത്താവ് പറയുന്നത്? ഷീ മേ ബി മോസ്റ്റ് അൺലവബിൾ, ഒരിക്കലും സ്നേഹിക്കപ്പെടുവാൻ യാതൊരു ക്വാളിറ്റി ഇല്ലാത്തവളായിരിക്കാം, അതിനുള്ള സൗന്ദര്യം കാണത്തില്ലായിരിക്കും ഒരു പക്ഷേ, അതിനുള്ളതായ എന്തെങ്കിലും ക്രെഡിറ്റ് ഉള്ള ഒരു ആയിരിക്കത്തില്ല. എങ്കിലും ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എപ്രകാരമോ അതുപോലെ അൺകണ്ടീഷണൽ ആയിട്ട്, നീ എനിക്ക് ഇന്നത് ചെയ്തു തന്നാൽ ഞാൻ ചെയ്യാമെന്നല്ല, അവളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കുവാനായിട്ട് കഴിയണം, ഒരു ഉപാധിയുമില്ലാതെ, യാതൊരു കലവറയുമില്ലാത്തതായ ഒരു സ്നേഹമായിരിക്കണം ഇവിടെ. മാത്രമല്ല, ഇതൊരു ഫ്ലക്ച്വേറ്റിംഗ് ലവ് അല്ല, അഥവാ ഇന്ന് ഭയങ്കര സ്നേഹം നാളെ പറയണ്ട, അല്ലേ? സീസണൽ ആയിട്ടുള്ള ഒന്നല്ല ഇത്. 24/7 ഈച്ച് മോമെന്റ്. ഇതാണ് ഈ ഭാര്യ ഭർതൃ ബന്ധത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. കാരണം ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് അങ്ങനെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ലവ് അല്ല, ഇറ്റ് ഇസ് എറ്റേണൽ ലവ്. അത് നിത്യമായ സ്നേഹമാണ്, അനാദി മുതൽ അനാദി വരെ ഉള്ളതായ സ്നേഹമാണ് ക്രിസ്തു സഭയുമായിട്ടുള്ളത്.
അത്തരത്തിലുള്ളതായ ഒരു സ്നേഹം വേണം. മറ്റൊന്ന്, ഇത് സെൽഫ്ലെസ് അഥവാ നിസ്വാർത്ഥമായ, സെൽഫ്ലെസ് ആയിട്ടുള്ള, അഥവാ എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല, അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ആമേൻ. അഥവാ എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ച്, സഭ അങ്ങോട്ട് സ്നേഹിച്ചില്ലേലും ക്രിസ്തു സഭയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ? നമ്മൾ ആദ്യം അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടാണോ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്? യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവൻ നമ്മളെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊരു റെസിപ്രോക്കൽ ലവ് അല്ല. അവൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ അവളെ സ്നേഹിക്കും. അതാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ. അവളെ സ്നേഹിക്കപ്പെടുവാൻ യാതൊരു യോഗ്യതയുമില്ല, എങ്കിലും ഞാൻ അവളെ സ്നേഹിക്കും. കാരണം എനിക്ക് സ്നേഹിക്കപ്പെടുവാൻ യാതൊരു യോഗ്യതയുമില്ലായിരുന്നപ്പോൾ ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ മാനദണ്ഡം. മറ്റൊന്ന്, ഇത് കണക്ക് വെച്ച് മെഷർ ചെയ്ത് സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹമല്ല. ഇറ്റ് ഈസ് ഇംമെഷറബിൾ. ചിലര് എല്ലാത്തിനും കണക്ക് വെച്ചാണ്, അല്ലേ? ആമേൻ. സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോഴും എല്ലാത്തിനും കണക്കാണ്. കണക്കില്ലെങ്കിൽ ഒന്നും മുന്നോട്ട് പോകത്തില്ല, അല്ലേ? ആമേൻ. ഇവിടുത്തെ സ്നേഹം യാതൊരു കണക്കുമില്ലാത്തതാണ്. ലവ് കീപ്സ് നോ അക്കൗണ്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് യാതൊരു കണക്കും ഇത് വെക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ചെക്ക് ബുക്ക് കൊടുക്കുന്ന പോലെ ആമേൻ ഉള്ളതായ ഒരു സ്നേഹമായിരിക്കണം അത്. മറ്റൊന്ന്, ഈ സ്നേഹം എന്ന് പറയുന്നത് ഇത് ദിനം തോറും വർദ്ധിച്ചു വരുന്ന സ്നേഹമാണ്. ദിവസം കഴിയുന്തോറും കുറഞ്ഞു പോകുന്ന സ്നേഹമല്ല, ദിവസം കഴിയുന്തോറും കൂടി വരുന്നതായ സ്നേഹമാണ്. ഒരിക്കലും മാറ്റമില്ലാത്ത സ്നേഹമാണ്, എന്നേക്കും നിലനിൽക്കുന്നതായ സ്നേഹമാണ്. അപ്പോൾ തന്നെ ഇത് ലാവിഷാണ്. ഒരു കലവറയും ഇല്ലാത്തതായ ഔദാര്യമായ ആ ഒരു സ്നേഹമായിരിക്കണം ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകേണ്ടത്. കാരണം ഈ സ്നേഹം ഇത് അഗാപ്പയാണ്. ഇത് വെറും ഈറോസ് ആയിട്ട് എവിടെ നിൽക്കുന്നോ അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ സ്നേഹം അത് അഗാപ്പയാണെങ്കിൽ ഭർത്താവിന്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടത് ആമേൻ ഈ പറഞ്ഞിരിക്കുന്ന ആ ദൈവിക സ്നേഹത്തിലായിരിക്കണം സ്നേഹിക്കേണ്ടത്. അപ്പോൾ ക്രിസ്തു സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കണം. സഭയ്ക്ക് അനവധിയായ കുറവുകളുണ്ട്. അങ്ങനെ കുറവുള്ളതായ സഭയാണ് ക്രിസ്തു സ്നേഹിക്കുന്നത്. പക്ഷേ ഈ സഭയെ ഒരു ഗ്ലോറിയസ് ചർച്ചാക്കിയാണ് അവൻ മുൻകണ്ടിരിക്കുന്നത്. അത് അടുത്ത വാക്യത്തിലേക്ക് അതേക്കുറിച്ച് വരുന്നുണ്ട് നമ്മൾ. ഇതുപോലെ ആ ഒരു കാഴ്ചപ്പാടിൽ വേണം നമുക്ക് ഭാര്യയെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പല ഭർത്താക്കന്മാർക്കും, പ്രത്യേകിച്ച് എനിക്കും ഒക്കെ, നമുക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ നമുക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല, അല്ലേ? ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഇതങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ നമുക്കറിയത്തില്ല. പക്ഷെ തിരുവചന പ്രകാരം പറയുന്നത് വി ഷുഡ് എക്സ്പ്രസ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. അവർക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെയാണ് വലിയ പരാജയം ഉണ്ടാകുന്നത്. നമുക്ക് ഭയങ്കര, നമ്മളന്ന് ഫാമിലി സ്റ്റഡീസ് സമയത്ത് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. സോ ഇത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഏത് നിമിഷവും ഉണ്ടാകേണ്ടതാണ്. എന്തുകൊണ്ട് സ്നേഹിക്കണം? കർത്താവ് തന്ന തക്ക തുണയാണ്. ആമേൻ. എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാണ് ഇവൾ. ഏദൻ തോട്ടത്തിൽ ആദാമിന് അവയെ കൊടുത്തു കഴിഞ്ഞപ്പോ ആദം ആദ്യം പറഞ്ഞത് എന്താണ്? ഇവൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും, അഥവാ ഷീസ് മൈൻ, ഇതാണ് പറഞ്ഞത്, അല്ലേ? പക്ഷെ പാപം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ആദം പറഞ്ഞ എന്തുവാ? മൈൻ എന്നുള്ളത് മാറി യുവേഴ്സ് എന്നായി, അല്ലേ? നീ തന്ന സ്ത്രീ. അപ്പോൾ ഇവൾ എന്റേതല്ല, നിന്റേതാ, നീ തന്നതാ, അല്ലേ? പ്രിയമുള്ളവരെ, ഇത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും. ബാക്കി എല്ലാ ബന്ധങ്ങളും ഏറ്റവും അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ മാക്സിമം രക്തബന്ധം എന്ന് പറയാം, അല്ലേ? പക്ഷേ ഭാര്യാഭർത്തൃ ബന്ധം
രക്തബന്ധത്തിനും അപ്പുറത്തുള്ളതായ അസ്ഥിബന്ധമാണ് അല്ലെ. അതൊരിക്കലും മാറാത്തതായ, ഒരിക്കലും കുലുങ്ങാത്തതായ, എന്നേക്കും നിലനിൽക്കുന്നതായ ബന്ധമാണ്. അവൾ എൻ്റെ നല്ല സഖിയാണ്, നല്ല കമ്പാനിയനാണ്. അപ്പോൾ ദൈവത്തിന്റെ കവനന്റ് പ്രകാരമുള്ളതായ ഒരു സ്നേഹമാണ്. ഇതൊരു കോൺട്രാക്റ്റ് അല്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കോൺട്രാക്റ്റിലും ഒരു എക്സിറ്റ് ക്ലോസ് ഉണ്ട്. ഇവിടെ ഒരു എക്സിറ്റ് ക്ലോസ് ഇല്ല. കാരണം ഇതൊരു കവനന്റ് ആണ്. ഉപേക്ഷണം കർത്താവ് വെറുക്കുന്നു. അപ്പോൾ ആ കവനന്റ് പ്രകാരമുള്ളതായ സ്നേഹമാണിത്. ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നതിന്റെ ആ ഒരു പ്രതീകമാണ് ഈ കുടുംബജീവിതത്തിൽ എനിക്ക് പ്രതിഫലിപ്പിക്കാനായിട്ട് സാധിക്കേണ്ടത്. പത്രോസ് പറയുന്നുണ്ട്, 1 പത്രോസ് 4:8 അവിടെ പത്രോസ് പറയുകയാണ്, ലവ് കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ് അല്ലെ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറക്കുന്നു എന്നല്ല, മറയ്ക്കുന്നു. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അഥവാ ഭാര്യയ്ക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും അവിടെ എവിടെയും ചെന്ന് പറയത്തില്ല, അവനെ കവറപ്പ് ചെയ്യുന്നതായ ഒരു സ്നേഹമാണ് ഇവിടെ. ഒന്ന്, ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്ന് നമ്മൾ കണ്ടു. ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെന്ന് കണ്ടു. ക്രിസ്തു കൈക്കൊണ്ടതുപോലെ കൈക്കൊള്ളണമെന്ന് കണ്ടു. എന്നിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, ഫിലിപ്പിയർക്ക് പറഞ്ഞിട്ടുണ്ട്, live in harmony in the Lord. അഥവാ നിങ്ങൾ ബി ഓഫ് ദ സെയിം മൈൻഡ് ഇൻ ദ ലോർഡ്. ക്രിസ്തുവിൽ ഏകചിന്തയോടുകൂടി നിങ്ങൾ ആയിരിക്കണം. അപ്പോൾ ഈ സ്നേഹം കടന്നു വരുമ്പോൾ ആ ഏക ചിന്തയോടുകൂടി ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ സമയം കടന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ, ഭർത്താക്കന്മാരോടുള്ള ബന്ധത്തിൽ വളരെ അധികമായിട്ടാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെ, ചില കാര്യങ്ങളെങ്കിലും ഈ ദിവസങ്ങളൊന്ന് ചിന്തിക്കുവാൻ. അതുപോലെ കുടുംബജീവിതത്തിൽ ഈ സബ്മിറ്റ് ലവ് റിലേഷൻഷിപ്പ് അഥവാ കീഴ്പ്പെട്ടിരിക്കുക, സ്നേഹിക്കുക, ഈ ബന്ധത്തിന്റെ മഹത്വം ഈ ദിവസം മനസ്സിലാക്കുവാനായിട്ട്, അപ്രകാരം ജീവിക്കുവാനായിട്ട് സ്വർഗത്തിൽ നാം കൃപ തരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.